അപ്പോൾ നമ്മൾ ടോപ്പിക്ക് വരുന്നത് കൊഗ്നിറ്റീവ് ഫങ്ഷൻസാണ്. അപ്പം നമുക്കറിയാം കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബ്രെയിനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണ്. അതായത് എന്ത് ചെയ്യുക, തിങ്കിങ് അല്ലെങ്കിൽ റീസണിങ് അല്ലെങ്കിൽ എന്താ ഒരു തീരുമാനം എടുക്കുക, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും. അങ്ങനെ ഏതൊരു കാര്യം നമ്മൾ ചിന്തിച്ച് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് ആർ ദി മെൻ്റൽ പ്രോസസ് യൂസ് ടു അക്വയർ ദി നോളജ്, പ്രോസസ് ഇൻഫർമേഷൻ ആൻഡ് റീസൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രശ്നം സാധൂകരിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ബ്രെയിന് ഒരു വർക്ക് ചെയ്യുന്ന സംഭവത്തിന് പറയുന്നവരാണ് കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് വിച്ച് ഇൻക്ലൂഡ് ദ പെർസെപ്ഷൻ, മെമ്മറി, ലേണിംഗ്, അറ്റൻഷൻ, ഡിസിഷൻ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആക്ടിവിറ്റീസ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു കാര്യം നമ്മൾ ചെയ്ത് അല്ലെങ്കിൽ അത് കേട്ടിട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ ഒബ്സർവിങ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ചിലപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കാര്യത്തിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതികൾ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതിന് അനുസരിച്ച് അല്ല എന്താ പറയുക, ഒരു ഏർലി ചൈൽഡ്ഹുഡിനെക്കാട്ടും എന്ത് ചെയ്യുക, ആ ഒരു ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. കുട്ടികളിൽ പെട്ടെന്ന് ചിലപ്പം മനസ്സിലാവണമെന്നില്ല, ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഒരു മുതിർന്നവർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ, ഒരു കാര്യം കേട്ടാൽ അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടാൽ അവർക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഏജ് കഴിയുമ്പം അല്ലെങ്കിൽ ഓരോ ഏജിലും എന്തായിരിക്കും കോഗ്നിറ്റീവ് ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ തിങ്കിങ് എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കപ്പാസിറ്റി പറയുന്നത് എന്തായിരിക്കും എപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് പറയുന്നത് നമുക്ക് 4 പറയാൻ പറ്റും: തിങ്കിങ്, റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയും. അപ്പോൾ അതിൽ ഫസ്റ്റത്തേതാണ് തിങ്കിങ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഫങ്ഷൻസിൽ ഫസ്റ്റത്തെ സംഭവം തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ആലോചന അല്ലെങ്കിൽ ഒരു ചിന്ത. ചിലവരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ഇപ്പോൾ അവരെന്തെങ്കിലും പ്രത്യേക തരത്തിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലവർ ഒരു പ്രശ്നം ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ പല തരത്തിൽ അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ആ സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം തിങ്കിങ് ഈസ് എ മീനിങ് ആയിട്ടുള്ള മെൻ്റൽ റെപ്രസെൻറ്റേഷൻ, ഒരു അറ്റൈനിങ് എ ഗോൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സോൾവിങ് എ പ്രോബ്ലം, ഒരു പ്രശ്നം സാധൂകരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്മൾ തല പുകക്കുക എന്ന് പറയില്ലേ, അതന്നെ സംഭവം. എന്ത് ചെയ്യുക, നമ്മളൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഒരു പഠിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള നമുക്കൊരു സംഭവം അറ്റൈൻ ചെയ്യണം അല്ലെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കണം, അതിനെപ്പറ്റി എന്താ പറയുക ചിന്തിക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോഗ്നിറ്റീവ് ഫങ്ഷൻ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിങ്കിങ് ഉണ്ട്. അതിൽ ഫസ്റ്റത് പെർസെപ്ച്വൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ്, കൺസെപ്ച്വൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ്, റിഫ്ലക്റ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കൺവെർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്. അപ്പോൾ നമുക്കത് ഓരോന്നും കൃത്യമായിട്ട് പറയാം. അപ്പോൾ അതിൽ ഫസ്റ്റതാണ് പെർസെപ്ച്വൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ആൻഡ് ബേസിക് ഫോം ഓഫ് തിങ്കിങ്. അതായത് എന്താ പറയുക, ഒരു പാസ്റ്റ് ലേണിങ്ങിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക റിയൽ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ഒബ്ജക്ട്സിന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ചിന്തിക്കുന്നതിനെ പറയുന്നവരാണ് പെർസെപ്ച്വൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം, ഒരു റെഡ് ലൈറ്റ് സിഗ്നൽ കത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഒരു അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അതായത് ഒരു പ്രീവിയസ് ആയിട്ട് ഒരു പാസ്റ്റ് ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശത്തിൽ നമ്മളെ എന്താ പറയുക ബ്രെയിൻ്റെ സഹായത്തോടുകൂടി എന്ത് ചെയ്യുന്നു, ആ റെഡ് ലൈറ്റ് ഈ ഒരു സ്റ്റോപ്പ് സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുക പെർസെപ്ച്വൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തതാണ് കൺസെപ്ച്വൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ആക്ച്വൽ ഒബ്ജക്ട്സ് ഓർ ഇവൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ മെയിനായിട്ട് കൺസെപ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾസ് അല്ലെങ്കിൽ ഐഡിയാസ് ലാംഗ്വേജ് വെച്ചിട്ടാണ് മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആലോചന അല്ലെങ്കിൽ ആ ചിന്ത നടക്കുന്നത്. അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു ബനാന, അതുപോലെ തന്നെ ആപ്പിൾ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഒരു സിമിലർ ഐറ്റംസിന് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും അല്ലേ, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ലോജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടിട്ട് നമ്മളത് ഗ്രൂപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു തിങ്കിങ്ങിന് പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കൺസെപ്ച്വൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തേതാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആൻഡ് പർപ്പസ്ഫുൾ ഫോം ഓഫ് തിങ്കിങ് ആണ്. അതായത് ഒരു സ്കിൽ അസസ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു ബോൾ പ്ലെയർ ആണെങ്കിൽ അവരെ എന്ത് ചെയ്യുക, ആ ഒരു ഗെയിമിന് ശേഷം അവരെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവുമല്ലോ, അതായത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീപ്ലേ ചെയ്തുകൊണ്ട് അവരെ ആ ഒരു വീഡിയോസ് കാര്യങ്ങൾ കണ്ടുകൊണ്ട് ആ ഒരു ഗെയിമിൽ എന്തെല്ലാം തരം മാറ്റങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ അടുത്ത കളിയിൽ എത്രത്തോളം അത് അടിപൊളി ആക്കണം എന്നുള്ളത് അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു റിഫ്ലക്റ്റീവ് തിങ്കിങ്, അവർ തന്നെ ഒരു റിഫ്ലക്ഷൻ അവരത് കാണുകയാണ്. അപ്പോൾ അടുത്ത ഗെയിമിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ആലോചിക്കും അടുത്ത കാര്യങ്ങളിൽ ഇത്ര സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള സംഭവം. അതിനാണ് പറയുന്നവരാണ് റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ ക്രിയേറ്റീവ് തിങ്കിങ് ആണ്
നാലാമത്തത് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഫോക്കസിങ് ഓൺ ജനറേറ്റിംഗ് ന്യൂ ആൻഡ് ഒറിജിനൽ ഐഡിയാസ്. അതായത് നമ്മളെ സയൻറ്റിസ്റ്റ്, ഇൻവെൻറ്റേഴ്സ്, റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റുകളൊക്കെ അപ്പോൾ അവരെന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ പുതുതായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി എടുക്കുക എന്നല്ലേ, ഓരോ പ്രീവിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവരുടേതായ രീതിയിലൊരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്രിട്ടിക്കലി ജഡ്ജ് ചെയ്യുക, ഒരു റേഷണൽ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ അല്ല, ഒരു പ്രശ്നമോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന് രണ്ട് വശങ്ങളുണ്ടാവും, ആ രണ്ട് വശങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ജഡ്ജ് ചെയ്യുന്ന പറയുന്ന പേരാണെന്ന് പറയുക ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ രണ്ടാമത്തേതാണ് റീസണിങ് എന്ന് പറയുന്നത്. റീസണിങ് എന്ന് പറയുന്നത് ഒരു ഹയർ ലെവൽ ഓഫ് തിങ്കിങ് ആണ്. അതായത് ഒരു സെലക്റ്റീവ് അല്ലെങ്കിൽ ഒരു വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ്. അതായത് യുക്തിപൂർവ്വം ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒരു തീരുമാനത്തിലെത്തുക, അതിന് നമ്മൾ എന്ത് ചെയ്യുക, റീസണിങ് എന്ന് പറയുന്നത്. അപ്പം രണ്ട് ടൈപ്പ് ഓഫ് റീസണിങ് പറയാൻ പറ്റും. അതിലൊന്നാമത്തതാണ് ഇൻഡക്റ്റീവ് റീസണിങ്, രണ്ടാമത്തത് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. അപ്പോൾ അതിൽ ഫസ്റ്റത് ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കേസ്, റീസണിങ് ഫ്രം ദ പെർട്ടിക്കുലർ കേസ് ടു ഒരു ജനറൽ കൺക്ലൂഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് റോബോട്ട് ഈസ് എ ടീച്ചർ, ഓൾ ടീച്ചേഴ്സ് ആർ നൈസ്, ദെർഫോർ റോബോട്ട് ഈസ് നൈസ്. ഇവിടെ റോബോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയൊരു സംഭവം. ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ജനറലായിട്ട് സംഭവം. അപ്പം റോബോട്ട് ടീച്ചറാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ടീച്ചറിൻ്റെ ഉള്ളിൽ റോബോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം വന്നു. ഓൾ ടീച്ചേഴ്സ് ആർ നൈസ് അല്ലേ, എല്ലാ ടീച്ചേഴ്സ് എന്താണ്, നൈസാന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യം എന്ത് എടുത്തു പറയാൻ പറ്റും, ദെർഫോർ റോബോട്ട് ഈസ് നൈസ് അല്ലേ. ഒരു റീസണിങ് സംഭവം, ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജനറൽ കാര്യത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തതാണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അതായത് ഫ്രം ജനറൽ റൂൾസ് ടു ഒരു സ്പെസിഫിക് കൺക്ലൂഷൻസിലേക്ക് എത്തുന്നുണ്ടല്ലേ. അതായത് എന്താ പറയുക, ഒരു ടു ഏൺ എ മാസ്റ്റർ ഡിഗ്രി എ സ്റ്റുഡൻറ്റ് മസ്റ്റ് ഹാവ് 32 credits. അതായത് ഈ സംഭവമാണ് എന്ത് ചെയ്യുക, ഒരു ജനറൽ കാര്യം എന്ന് പറയുന്നത്, ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം. ഒരു മാസ്റ്റർ ഡിഗ്രി കിട്ടണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് മസ്റ്റ് ഹാവ് 32 credits. കരീം ഹാസ് 14 credits, ദെർഫോർ കരീം വിൽ ഏൺ എ മാസ്റ്റർ ഡിഗ്രി. അല്ല, ഒരു ജനറൽ കാര്യം പറഞ്ഞൊരു സ്പെസിഫിക് കാര്യത്തിലെത്തി. ഇവിടെ ജനറൽ എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ ഡിഗ്രി എയിം ചെയ്യണമെങ്കിൽ ഒരു 32 credits എങ്കിലും മിനിമം വേണമല്ലേ. അപ്പം കരീം എന്ന് പറഞ്ഞ കുട്ടിക്ക് ഒരു 40 credit ഉണ്ട്. അപ്പം കരീമിന് എന്തായാലും എന്തുണ്ടാവും, വിൽ ഏൺ മാസ്റ്റർ ഡിഗ്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഇൻഡക്റ്റീവ് അതുപോലെ തന്നെ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ പറയുന്നുള്ളൂ. അപ്പം മൂന്നാമത്തതാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്ത് തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റൈറ്റാണോ അല്ലെങ്കിൽ അത് റോങ് ആണോ തീരുമാനിച്ച് റൈറ്റ് മാത്രം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇറ്റ്സ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണല്ലേ. അപ്പം ആ ഒരു പ്രോബ്ലം സോൾവിങ് നമുക്ക് രണ്ട് ഡെഫിനിഷൻ പറയാം. സ്കിന്നർ പറഞ്ഞതും അതുപോലെ തന്നെ R.R. റസ്ക് പറഞ്ഞതും. അതിൽ ഫസ്റ്റതാണ് BF സ്കിന്നർ പറഞ്ഞത്. അതായത് പ്രോബ്ലം സോൾവിങ് ഈസ് എ പ്രോസസ് ഓഫ് ഓവർകമ്മിങ് ഡിഫിക്കൽട്ടീസ് ദാറ്റ് അപ്പിയർ ടു ഇൻ്റർഫിയർ വിത്ത് ദ അറ്റൈൻമെൻറ്റ് ഓഫ് എ ഗോൾ. അല്ലൊരു ഗോളിൽ, അതായത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സംഭവം അറ്റൈൻ ചെയ്യുന്നതിൽ എന്തൊക്കെ തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യുക. അതിനാന്ന് പറയുക നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ആര് പറഞ്ഞതാണ്, BF സ്കിന്നർ പറഞ്ഞത്. പിന്നെ R.R. റസ്ക് പറഞ്ഞത് എ പ്ലാൻഡ് അറ്റാക്ക് അപ്പോൺ എ ഡിഫിക്കൽട്ടി ഫോർ ദ പർപ്പസ് ഓഫ് ഫൈൻഡിങ് എ സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ അല്ലേ. അതായത് ഒരു ഡിഫിക്കൽട്ടി കാര്യങ്ങളുണ്ട് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വിശദീകരിച്ചില്ല അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പം രണ്ട് ഡെഫിനിഷൻ നമ്മൾ ഇതിനകത്ത് പറയുന്നത് സ്കിന്നർ പറഞ്ഞതും അതുപോലെ തന്നെ R.R. റസ്ക് പറഞ്ഞതും. അപ്പം പ്രോബ്ലം സോൾവിങ്ങിൻ്റെ സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ അതിൽ ഏകദേശം ഒരു 7 സ്റ്റെപ്പ് വരുന്നത്. അതിൽ ഫസ്റ്റത്തത് റെക്കഗ്നൈസിങ് ദി പ്രോബ്ലം, ഡിഫൈനിങ് ദി പ്രോബ്ലം, collection of relevant data, evaluating and organizing data, formulation of hypothesis, evaluation of hypothesis, applying the solution. അതായത് റെക്കഗ്നൈസിങ് ദി പ്രോബ്ലം അല്ല, ഒരു കാര്യം, ഒരു പ്രോബ്ലം എന്താ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മനസ്സിലാക്കുക. പിന്നെ ആ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. പിന്നെ കളക്ഷൻ ഓഫ് റെലവൻറ്റ് ഡാറ്റ, അതായത് റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, ആ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്യുക, എന്തെല്ലാം തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം, എന്തെല്ലാം തരത്തിലുള്ള സംഭവങ്ങൾ വേണ്ടത് എന്ത് ചെയ്യുക, ഒന്ന് നിരൂപിക്കുക. എവാലുവേറ്റിംഗ് ആൻഡ് ഓർഗനൈസിങ് ഡാറ്റ, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, ഇവാലുവേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, അപ്ലൈങ് ദ സൊല്യൂഷൻ. അപ്പം നമുക്കൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിളോട് ഇത് പറയാം. അതായത് ഇപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മളെ വീട്ടിലെ കാറ് നമ്മൾ നോക്കുന്നത്, ആ കാറിന് ചിലപ്പം ടയർ ഇപ്പം പാച്ചാന്ന് ചിലപ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ എന്ത് ചെയ്യുക, ഒരു സ്റ്റെപ്പ് വരുന്നത്, എന്ത് റെക്കഗ്നൈസിങ് ദി പ്രോബ്ലം. നമ്മൾ എടുക്കാൻ പോകുന്ന കാറിൻ്റെ ടയർ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പാച്ചായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുന്നില്ല, അതിന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയില്ല, അതിന് കൃത്യമായിട്ട് അത് എന്തുകൊണ്ടാണ് നമ്മളൊന്ന് മനസ്സിലാക്കി ചെയ്യുന്നത്, അല്ലെ അതിനെ അനലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ തലേന്ന് ചിലപ്പോൾ ഏതെങ്കിലും കട്ടറിലായിട്ട് മുമ്പായിരിക്കും ആ ഒരു
ടയർ പാച്ചായിട്ടുണ്ടാവുക നമ്മളിത് എന്ത് ചെയ്തു മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ അല്ലേ, കുറേ സൊല്യൂഷൻസ് ആണുള്ളത്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും, അങ്ങനെ ഓരോ സംഭവങ്ങൾ നമുക്ക് എന്താ ചെയ്യുക നമ്മുടെ മൈൻഡിലൂടെ കടന്നു വരുന്നത്. അതിൽ ഒരു 3-4 ഓപ്ഷൻ ഞാൻ ഇവിടെ പറയാം. അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, വേറെ തന്നെ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ ഒരു ഓട്ടോ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക കാറോ ആ സംഭവം ഒരു ട്രക്കാരോ പിടിച്ചിട്ട് ഈ കാർ നമ്മൾ എന്ത് ചെയ്യുക വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുക. പക്ഷേ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ സ്ലോ ആണല്ലേ. നമുക്ക് എവിടെയും പോകാറ്റും വേണമെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് അത് കൃത്യമായി നടക്കില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഈ ഒരു ടയർ ഒന്നെങ്കിൽ അത് കാറ്റടിച്ചിട്ട് അത് ഫുള്ളായിട്ട് ആ ഫ്ലാറ്റായിട്ട് മാറിയത് അല്ല ഫ്ലാറ്റായിട്ട് ഉള്ളത് അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, തൽക്കാലം നമുക്ക് ആ ഒരു വർക്ക്ഷോപ്പ് വരെ നമ്മൾ എന്ത് ചെയ്യുക എത്തിക്കുക എന്നുള്ളത്. പക്ഷേ അതൊരു റിസ്ക്കിയുമാണ്, അതുപോലെ തന്നെ എന്തായിരിക്കും അതൊരു ബിഗ് ഹോളാണെങ്കിൽ ചിലപ്പോൾ അത് നടന്ന് അല്ലേ അത് പ്രാക്ടിക്കലാണെന്ന് വരില്ല. പിന്നുള്ളൊരു വെച്ചാൽ ഒരു ഓപ്ഷൻ സി, അതായത് എന്ത് ചെയ്യുക, നമ്മൾ തന്നെ എന്ത് ചെയ്യുക ഒരു സ്പെയർ ടയർ വെച്ചിട്ട് അത് എന്ത് ചെയ്യുക മാറ്റിയെടുക്കുക. അതെന്ന് പറയുന്നത് കുറച്ച് എഫേർട്ട് ഉണ്ടെങ്കിൽ പോലും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ് ഉള്ളത്, എവാലുവേറ്റിംഗ്, ഓർഗനൈസിങ് ഡാറ്റ, ഒരു ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ് അല്ല ഒരു ഹൈപ്പോത്തിസിൽ നമ്മൾ എത്തിക്കുന്നത്. ഈ ഒരു സംഭവം ചെയ്താൽ നമുക്കത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് എവാലുവേഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്, അപ്ലൈങ് ദി സൊല്യൂഷൻ. നമ്മൾ കൃത്യം ഓരോ സൊല്യൂഷൻസ് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് അപ്ലിക്കബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക അത് അപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ദി സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തേതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളെ ലൈഫിൽ എല്ലാവരും ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും, പല ടൈപ്പ് ഓഫ് ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ. +2 എല്ലാം കഴിഞ്ഞാൽ ചിലപ്പം പല ഇതുണ്ട്, ഏത് എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഉണ്ട്, പാരാമെഡിക്കൽ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കോഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, +2 കഴിഞ്ഞപ്പാടന്നെ നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തും. എങ്ങനെ എത്തും, അവൈലബിൾ ആയിട്ട് ഇത്രയും ചോയ്സ് ഉണ്ടായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം സെലക്ട് ചെയ്യും. അതെങ്ങനെ സെലക്ട് ചെയ്യുന്നത്, നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമുക്കതിനോട് താല്പര്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലല്ലേ. അപ്പം ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള ചോയ്സ് ഉണ്ടായി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കതൊരു പോസിറ്റീവാണെന്ന് തോന്നിയ കാര്യം നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ പറയുന്നത് എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത്. പിന്നെ നമുക്ക് ഇതിന് 2 ഡെഫിനിഷൻസ് കൊടുക്കാം. ഹെർബർട്ട് എ സൈമൺ പറഞ്ഞതും അതുപോലെ തന്നെ R.S. വുഡ്വർത്ത് പറഞ്ഞതും. സൈമൺ പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡെഫിനിഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് ചൂസിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫ്രം ഡിഫറെൻറ്റ് പോസിബിൾ ആൾട്ടർനേറ്റീവ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നമുക്ക് പോസിറ്റീവാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക. R.S. വുഡ്വർത്ത് പറഞ്ഞത് ഡിസിഷൻ മേക്കിംഗ് ഈസ് എ മെൻറ്റൽ പ്രോസസ് ഇൻ വിച്ച് എ പേഴ്സൺ സെലക്ട് വൺ റെസ്പോൺസ് ഫ്രം മെനി പോസിബിൾ റെസ്പോൺസസ്. അതിന് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു കടയിൽ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ഷർട്ട് കാണും, പല നിറത്തിലുള്ള ഷർട്ട് കാണും, പല ക്വാളിറ്റിയിലുള്ള ഷർട്ട് കാണും. അപ്പോൾ നമുക്ക് ചിലപ്പം എടുക്കാൻ പറ്റുന്ന ചിലപ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ചിലപ്പം പ്രത്യേക തരത്തിലുള്ള ഒരു ഷർട്ട് ആയിരിക്കും. അപ്പം അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഷർട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കളർ ഷർട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നല്ലേ, ഡിഫറെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളൊരു പ്രത്യേക കാര്യം നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് എന്താ പറയുക ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തെല്ലാം നോക്കാം. ഏകദേശം 7 സ്റ്റെപ്പ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് 1 ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം അല്ലെങ്കിൽ സിറ്റുവേഷൻ. രണ്ടാമത്തത് കളക്ടിങ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. മൂന്നാമത്തത് ജനറേറ്റിംഗ് പോസിബിൾ ആൾട്ടർനേറ്റീവ്സ്. നാലാമത്തത് എവാലുവേറ്റിംഗ് ദി ആൾട്ടർനേറ്റീവ്സ്. അതുപോലെ തന്നെ സെലക്ടിങ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റിംഗ് ദ ഡിസിഷൻ, റിവ്യൂയിങ് ആൻഡ് ലേണിംഗ് ഫ്രം ഡിസിഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എന്താ പറയുക സ്കൂളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് പോകണം അല്ലേ. അപ്പോൾ നമുക്ക് അതിനകത്ത് ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ നമുക്കൊരു ചോയ്സ് എന്ന് പറയുന്നത് ഒന്നിക്കലും എന്ത് ചെയ്യുക ബസ്സിന് പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ടാക്സി വിളിക്കുക. ബസ്സിന് പോകുന്നതാണെങ്കിൽ കുറച്ചുകൂടി എന്തായിരിക്കും ചീപ്പറായിരിക്കും അല്ലേ, അതിനങ്ങനെ അത്യാവശ്യം ചെറിയ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പോയി വരാൻ പറ്റും. പക്ഷേ എങ്കിൽ ഒരു പ്രശ്നമുണ്ട്, അവിടെ എന്തായിരിക്കും ബസ് പറയുന്നത് ഇപ്പം സ്ലോ ആയിരിക്കും അല്ലേ, ഓരോ സ്റ്റോപ്പിൽ നിർത്തി അങ്ങനെ മെല്ലെ ആയിരിക്കും പോവുക. പക്ഷേ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് നമുക്ക് എത്താൻ പറ്റും അല്ലേ, നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പം നമുക്ക് വേഗം പോയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം വേഗം എത്തിയിട്ട് നമുക്ക് ചിലപ്പം ഒരു ട്രെയിനിൽ പോകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അത് കൃത്യം ടൈമിൽ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ടാക്സി ആയിരിക്കും വിളിക്കുക. പക്ഷേ നേരെ മറിച്ച് നമുക്ക് അങ്ങനെ പോയിട്ട് എന്താ പറയുക തിരക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് അല്ലേ ചീപ്പറായിട്ട് നമുക്ക് പോകും, നമുക്ക് എക്സ്പെൻസീവ് അല്ലാണ്ട് കുറച്ച് ചെറിയ പൈസയ്ക്ക് പോയിട്ട് വരാം, നമുക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് പോയിട്ട് വരാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക ബസ്സായിരിക്കും ചൂസ് ചെയ്യുക. അപ്പം ഡിഫറെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് നിന്ന് നമുക്ക് എന്താ പറയുക അനുയോജ്യമായിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആയിരിക്കും തോന്നിയിട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഒരു ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്.